ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ഇന്നു മുതൽ ആഗ്രഹിച്ചതെന്തും നിങ്ങൾക്ക് സ്വന്തമാകും. പല വഴിക്ക് പണം കയ്യിൽ വന്നു നിറയുന്നതാണ്. ജ്യോതിഷത്തിൽ ഗ്രഹങ്ങളുടെ രാശിമാറ്റത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗ്രഹങ്ങൾ രാശി മാറുമ്പോൾ പല രാശിക്കാർക്കും ഭാഗ്യം വന്നു ചേരും. ഗ്രഹങ്ങളുടെ ഈ രാശിമാറ്റം രാജയോഗങ്ങളുടെ രൂപീകരണത്തിന് കാരണമാകുകയും ചെയ്യുന്നതാണ്. അതായത് ഈ ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ വേദ ജ്യോതിഷത്തിലെ ഒരു ശുഭകരമായ സംഭവം, അതായത് ഗജകേസരി യോഗം, വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും സംയോഗം ഇടവരാശിയിൽ സംഭവിക്കും. ഈ പ്രതിഭാസം ചില രാശി ചിഹ്നങ്ങൾക്ക് കാര്യമായ നേട്ടങ്ങളാണ് സമ്മാനിക്കുന്നത്. അതായത് ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന സിംഹത്തെ സൂചിപ്പിക്കുന്ന ഗജകേസരി യോഗം ശക്തിയെയും സമൃദ്ധിയെയും പ്രകീർത്തിക്കപ്പെടുത്തുന്നു. ഇത് വളരെയധികം നേട്ടങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് ഈ രാശിക്കാർക്ക് ഭാഗ്യകരമായ വഴിത്തിരിവ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഏപ്രിൽ 1 വ്യാഴവുമായി ചേർന്ന് ചന്ദ്രൻ ഇടവം രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2025 ഏപ്രിൽ 3 വരെ നീണ്ടു നിൽക്കുന്ന ശക്തമായ ഒരു ഗജകേസരി യോഗം സൃഷ്ടിക്കുകയും ചെയ്യുന്നതാണ്. ആദ്യം മേടം രാശിക്കാരാണ്. ഈ മാസം സമ്മിശ്രമാണ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും വന്നു ചേരുക. മാസത്തിന്റെ തുടക്കത്തിൽ ജീവിതത്തിൽ ചില വെല്ലുവിളികൾ പെട്ടെന്ന് തന്നെ നേരിടേണ്ടി വന്നേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കോപവും സംസാരവും വളരെയധികം നിയന്ത്രിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുന്നതിൽ നിങ്ങൾ വിജയിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. മറ്റുള്ളവരുടെ സഹായത്തോടെ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായ ജോലി പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ്. നിങ്ങൾ വളരെ കാലമായി ഒരു പുതിയ ജോലി ആരംഭിക്കുവാനോ ഏതെങ്കിലും പദ്ധതിയിൽ ചേരുവാനോ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. എന്നാൽ ഇതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തിൻ്റെയും പണത്തിൻ്റെയും കുറവ് അനുഭവപ്പെടുന്നതാണ്. ക്രമരഹിതമായ ദിനചര്യയും തെറ്റായ ഭക്ഷണശീലങ്ങളും കാരണം നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കാം. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ വളരെയധികം എതിരാളികളെ നിങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിനോ മറ്റേതെങ്കിലും പദ്ധതിയിൽ പണം നിക്ഷേപിക്കുന്നതോ ഒഴിവാക്കുന്നത് ഗുണകരമാണ്. കാരണം നിങ്ങൾ ഈ സമയത്ത് അങ്ങനെ ചെയ്യുന്നതെല്ലാം വളരെയധികം സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനിട വരുന്നതാണ്. തന്മൂലം നിങ്ങൾ മാനസികമായി സമ്മർദ്ദത്തിലാകുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തികമായ ചെലവുകൾ വളരെയധികം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രശ്നത്തെക്കുറിച്ച് വളരെയധികം വിഷമിക്കേണ്ടി വരും. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അധിക ജോലിഭാരം വഹിക്കേണ്ടി വന്നേക്കാം. ഈ സമയത്ത് കരിയർ, ബിസിനസ് അല്ലെങ്കിൽ വ്യക്തിപരമായ കാരണങ്ങളാൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വരും. യാത്ര ക്ഷീണിപ്പിക്കുന്നതും പ്രതീക്ഷിച്ചതിലും ഫലപ്രദമില്ലാത്തതുമായിരിക്കാം. വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും ഭാഗ്യകരമായ ദിവസങ്ങളാണ് വന്നെത്തിയിരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. നല്ല ആളുകളുമായി ബന്ധം സ്ഥാപിക്കുവാനും കഴിയുന്നതാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധാലുവായിരിക്കണം. ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുവാൻ നിങ്ങളുടെ പേപ്പർ വർക്കുകൾ പൂർണ്ണമായും സൂക്ഷിക്കുക. ഏതെങ്കിലും ഭൂമിയോ വസ്തുവോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. അല്ലാത്ത പക്ഷം പിന്നീട് നിങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നേക്കാം. മാസം മധ്യത്തിൽ നിങ്ങൾക്ക് ചില പ്രത്യേക ജോലികളിൽ വലിയ വിജയവും ധനലാഭവും ലഭിക്കുന്നതാണ്. പക്ഷേ വിജയത്തിൻ്റെ ആവേശത്തിൽ നിങ്ങളുടെ ബോധം നഷ്ടപ്പെടുകയോ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളെ അവഗണിക്കുകയോ ചെയ്യരുത്. ജോലിക്കാർക്കും ബിസിനസ്സുകാർക്കും ഈ സമയം വളരെയധികം ശുഭകരമായിരിക്കും. ദാമ്പത്യ ജീവിതത്തിലും വളരെയധികം സന്തോഷം അലയടിക്കുന്നതാണ്. അടുത്തത് മിഥുനം രാശിക്കാരാണ്. മിഥുന രാശിക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ ഏതെങ്കിലും ജോലിയിൽ അശ്രദ്ധ കാണിക്കുകയോ അത് നാളത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യുന്നത് കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം.
അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതിനകം ചെയ്ത ജോലി പാഴാകുന്നതാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ ചില ബുദ്ധിപൂർവമായ കാര്യങ്ങളും പണക്കാര്യങ്ങളും നിങ്ങൾ ചെലവഴിക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങളെല്ലാം തകരാറിലാകുന്നതാണ്. ഭാവിയിൽ നിറവേറ്റാൻ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്ന ഒരു കാര്യവും ആരോടും വാഗ്ദാനം ചെയ്യുകയും ചെയ്യരുത്. ജോലി ചെയ്യുന്നവർ ജോലി സ്ഥലത്തെ തങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതാണ്. മാസത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾക്കൊരു കുടുംബാംഗത്തെക്കുറിച്ച് ആശങ്കയുണ്ടാകും. കുടുംബ സംബന്ധമായ ഏതെങ്കിലും പ്രശ്നം പരിഹരിക്കുന്നതിൽ കുടുംബാംഗങ്ങളുടെ പിന്തുണ ലഭിക്കാത്തത് നിങ്ങൾക്ക് വളരെയധികം ദുഃഖം തോന്നുന്നതാണ്. ഈ കാലയളവിൽ ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. നിങ്ങളുടെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 3-ാം ആഴ്ച വളരെയധികം ഭാഗ്യകരമായിരിക്കും. ചില നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. ഈ സമയത്ത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും എല്ലാ രീതിയിലുമുള്ള പിന്തുണ ലഭിക്കുന്നതാണ്. മാസത്തിൻ്റെ അവസാന ആഴ്ചയിൽ വീട്ടുജോലികൾക്കായി നിങ്ങൾ ധാരാളം പണം ചെലവഴിക്കേണ്ടി വരും. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് വിപണിയിൽ കുടുങ്ങിപ്പോയ പണം പിൻവലിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. അടുത്തത് കർക്കിടകം രാശിക്കാരാണ്. ഏപ്രിൽ മാസം കർക്കിടക രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യം നിറഞ്ഞ മാസമാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് അധിക വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും. നിങ്ങൾ ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അധിക വരുമാന സ്രോതസ്സുകൾ വന്നെത്തുന്നതാണ്. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം കൈവരും. എന്നാൽ ചെലവുകൾ വരുമാനത്തേക്കാൾ അല്പം കൂടുന്നതാണ്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾക്കോ ആഡംബരങ്ങൾക്കോ വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കപ്പെടും. കരിയർ ബിസിനസ്സിൽ ദീർഘദൂര യാത്ര ഉണ്ടാകുന്നതാണ്. യാത്ര എല്ലാ രീതിയിലും സുഖകരമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച വിജയം ഈ കാലഘട്ടത്തിൽ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. യാത്രക്കിടെ സ്വാധീനമുള്ള ആളുകളുമായുള്ള നിങ്ങളുടെ ബന്ധം വളരെയധികം വളരുന്നതാണ്. ഭാവിയിൽ ഇത് വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. അധികാരവും സർക്കാരുമായി ബന്ധപ്പെട്ട ആളുകൾക്കിത് വിജയത്തിൻ്റെ കാലമാണ് വന്നെത്തിയിരിക്കുന്നത്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച സ്ഥാനമോ ഉത്തരവാദിത്വമോ ലഭിക്കുന്നതാണ്. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് മാസത്തിൻ്റെ മധ്യത്തിൽ ചില നല്ല വാർത്തകൾ ലഭിക്കുന്നതാണ്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് തന്നെ വന്നു ചേരും. വിദേശത്ത് കരിയർ അല്ലെങ്കിൽ ബിസിനസ്സിന് ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ ബഹുമാനം വർദ്ധിക്കും. മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നുമെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കുന്ന കാലമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടും. നിങ്ങൾ ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭം വന്നു ചേരുന്നതാണ്. അവിവാഹിതരായ ആളുകളുടെ വിവാഹം മാസം മധ്യത്തിൽ ഉറപ്പിക്കുവാൻ കഴിയുന്നതാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. ചെറിയ പ്രശ്നങ്ങളെല്ലാം ഒഴിച്ചു നിർത്തിയാൽ നിങ്ങളുടെ ആരോഗ്യവും സാധാരണ നിലയിൽ തുടരുന്നതാണ്. അടുത്തത് ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങരാശിക്കാർക്ക് കഴിഞ്ഞ മാസത്തേക്കാൾ കൂടുതൽ ഈ മാസം വളരെയധികം ശുഭകരവും വിജയകരവുമായിരിക്കും. നിങ്ങളുടെ കരിയറും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകളെല്ലാം സുഖകരമാണെന്നും നിങ്ങൾ ആഗ്രഹിച്ച വിജയം കൈവരിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീട്ടിലും പുറത്തുമുള്ള ആളുകളിൽ നിന്നും പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ്. ഭാവിയിൽ വലിയ സാമ്പത്തിക നേട്ടത്തിൻ്റെ ഉറവിടമായി മാറുന്ന ഒരു സ്വാധീനമുള്ള വ്യക്തിയെ നിങ്ങൾക്ക് കണ്ടുമുട്ടുവാനും നിങ്ങളുടെ ജീവിത പങ്കാളിയോ പ്രണയ പങ്കാളിയോ നിങ്ങൾക്ക് ആഗ്രഹിച്ച ജോലിയോ തീരുമാനിച്ച ലക്ഷ്യസ്ഥാനമോ നേടുന്നതിനും വളരെ സഹായകരമായി തീരുന്നതാണ്. പുതിയ വീട്, അതുമല്ലെങ്കിൽ പുതിയ വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട സന്തോഷം ലഭിക്കുന്നതാണ്. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരും. കമ്മീഷൻ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഈ സമയം വളരെയധികം ശുഭകരമാണ്. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിചലിക്കുവാൻ ഇടയുണ്ട്.
നിങ്ങളുടെ ബന്ധങ്ങളിലും ആരോഗ്യത്തിലും ഈ മാസം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് ഗുണകരമാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ പരസ്പര വിശ്വാസവും ഐക്യവും വളരെയധികം വർദ്ധിക്കും. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം സമ്മിശ്രമായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ജോലി സമ്മർദ്ദം ഉണ്ടാകുന്നതാണ്. കൃത്യസമയത്ത് അത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾ കൂടുതൽ അധ്വാനം ചെയ്യേണ്ടി വരും. നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലെ ചില ഗാർഹിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉത്കണ്ഠയ്ക്കൊരു പ്രധാന കാരണമായി മാറുന്നതാണ്. ഈ സമയത്ത് കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് അല്പം ആശങ്കയുണ്ടാകും. മാസത്തിൻ്റെ രണ്ടാം ആഴ്ചയിൽ ഒരു മതപരമോ സാമൂഹികമോ ആയ പരിപാടിയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായോ അടുത്ത സുഹൃത്തുക്കളുമായ പെട്ടെന്ന് ഒരു തീർത്ഥാടനത്തിന് പോകുവാനുള്ള അവസരം സിദ്ധിക്കും. മാസത്തിൻ്റെ മധ്യത്തിൽ പെട്ടെന്നുള്ള വലിയ ചിലവുകൾ കാരണം നിങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എന്നിരുന്നാലും നിങ്ങളുടെ അഭ്യുദയ കക്ഷികളുടെയും സഹായത്തോടെ തന്നെ നിങ്ങൾക്ക് ഈ പ്രശ്നത്തെ മറികടക്കുവാൻ സാധിക്കുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കുടുംബാംഗങ്ങളുടെ ഒരാളുടെ വലിയ നേട്ടം മൂലം വീട്ടിൽ വളരെയധികം സന്തോഷമായ അന്തരീക്ഷമുണ്ടാകും. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ലാഭം ഉണ്ടാകും. വിപുലീകരണ പദ്ധതികളെല്ലാം വിജയത്തിലെത്തുന്നതാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിർത്തിയാൽ നിങ്ങളുടെ ആരോഗ്യവും സാധാരണമായി തുടരുന്നതാണ്. അടുത്തത് തുലാം രാശിക്കാരാണ്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാം രാശിക്കാർക്ക് നിങ്ങളുടെ സമയവും പണവും ബുദ്ധിപൂർവ്വം ചെലവഴിക്കേണ്ടി വരുമെന്നത് ഉറപ്പാണ്. ഈ കാലയളവിൽ പെട്ടെന്നുള്ള ചില വലിയ ചെലവുകൾ കാരണം നിങ്ങളുടെ സാമ്പത്തികമായ നില തകരാറിലാകാം. ജോലിക്കാർ നിങ്ങളുടെ ജോലി മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത് കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം തെറ്റുകൾ സംഭവിച്ചാലോ അല്ലെങ്കിൽ കൃത്യസമയത്ത് ജോലി പൂർത്തീകരിക്കാത്തതിനാലോ മേലധികാരിയുടെ കോപത്തിന് പാത്രമാകുന്നതാണ്. ഈ സമയത്ത് വീട്ടിലും പുറത്തുമുള്ള ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കാത്തതിൽ നിങ്ങൾക്ക് വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരും. പങ്കാളിത്തത്തോടെ ബിസിനസ് നടത്തുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുകയും പിന്നീട് മുന്നോട്ട് പോകുകയും ചെയ്യുന്നതാണ് ഉത്തമം. ഏപ്രിൽ രണ്ടാമത്തെ ആഴ്ചയിൽ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ഈ സമയത്ത് സീസണൽ അല്ലെങ്കിൽ വിട്ടുമാറാത്ത അസുഖം കാരണം നിങ്ങൾക്ക് ശാരീരികമായും മാനസികമായും വളരെയധികം അസ്വസ്ഥത ഉണ്ടായിരിക്കും. ജോലി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് സ്ഥലം മാറ്റമോ ഉത്തരവാദിത്തമോ ലഭിച്ചേക്കാം. വിദേശത്ത് കരിയറിനും ബിസിനസ്സിനും ശ്രമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വിജയം ലഭിക്കുന്നതാണ്. കമ്മീഷൻ, ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമയം വളരെയധികം ശുഭകരമാണ്. മാസാവസാനം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങളുടെ ഇണയുടെ ആരോഗ്യം നിങ്ങൾക്ക് ഒരു പ്രധാന ആശങ്കയായി മാറുന്നതാണ്. സീസണൽ അല്ലെങ്കിൽ അലർജി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കുന്നതും ഗുണകരമാണ്. അടുത്തത് വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചിക രാശിക്കാർ ഈ മാസം നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലും ബന്ധങ്ങളിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ സീസണൽ അല്ലെങ്കിൽ ഏതെങ്കിലും വിട്ടുമാറാത്ത രോഗം കാരണം നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു രീതിയിലും അവഗണിക്കരുത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആശുപത്രി സന്ദർശിക്കേണ്ടി വന്നേക്കാം. ഈ സമയത്ത് നിങ്ങളുടെ ദിനചര്യകളിലും ഭക്ഷണക്രമത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. ഈ കാലയളവിൽ ബിസിനസ്സിൽ ഏർപ്പെട്ടേക്കുന്ന ആളുകൾക്ക് വലിയ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വരും. മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ച നിങ്ങളുടെ സാമ്പത്തികമായ വളരെയധികം ചിലവുകൾ വേണ്ടിവരുന്ന ആഴ്ചയാണ്. ആഡംബരങ്ങൾക്കായി ചിലവുകൾ വളരെയധികം വർദ്ധിക്കും. നിങ്ങളുടെ സാമ്പത്തികമായ നില തകരാറിലാകുവാനും ഇടയുണ്ട്.
ചെറിയ കാര്യങ്ങൾക്കോ ആളുകൾക്കോ പ്രാധാന്യം നൽകുന്നത് ഒഴിവാക്കി നിങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ഇമേജ് അല്ലെങ്കിൽ ജോലി നശിപ്പിക്കുവാൻ എപ്പോഴും ശ്രമിക്കുന്ന ആളുകളെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ്. മാസത്തിൻ്റെ അവസാന പകുതി തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് വളരെയധികം ശുഭകരമാണ്. ഈ സമയത്ത് നിങ്ങൾ ആസൂത്രണം ചെയ്ത പദ്ധതികൾ വിജയിച്ചാൽ മുതിർന്നവരും നിങ്ങളുടെ ജൂനിയർമാരും നിങ്ങളെ പ്രശംസിക്കുന്നതാണ്. ബിസിനസ്സിൽ പ്രതീക്ഷിച്ച ലാഭമുണ്ടാകും. പ്രണയബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ മാസം നിങ്ങൾക്ക് സമ്മിശ്രമായ ദിവസങ്ങളാണ് സമ്മാനിക്കുക. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് ധനു രാശിക്കാരാണ്. ധനു രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം ദുരന്തവും അവസരവും കൊണ്ടുവരുന്നതാണ്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് എല്ലാ ദുരന്തങ്ങളെയും മികച്ച അവസരങ്ങളാക്കി മാറ്റുവാൻ കഴിയുന്നതാണ്. മാസത്തിൻ്റെ തുടക്കത്തിൽ കരിയർ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തൊഴിൽ അന്വേഷിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ അന്വേഷണം പൂർത്തിയാകും. ആളുകൾക്ക് ജോലി സ്ഥലത്തേക്ക് സ്ഥാനക്കയറ്റമോ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളോ ലഭിച്ചേക്കാം. മാസത്തിൻ്റെ രണ്ടാമത്തെ ആഴ്ചയിൽ നിങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നത് ഗുണകരമാകും. മാസം മധ്യത്തിൽ കടം, രോഗം, ശത്രുക്കൾ എന്നിവ ഒഴിവാക്കേണ്ടി വരും. ഈ സമയത്ത് ജോലി സ്ഥലത്തെ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന ശത്രുക്കൾ നിങ്ങളുടെ ജോലി നശിപ്പിക്കുവാൻ ശ്രമിച്ചേക്കാം. ഈ കാലയളവിൽ ആരുമായും തർക്കിക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചില വലിയ ചെലവുകൾ നേരിടേണ്ടി വരുന്നതാണ്. ആയതിനാൽ നിങ്ങൾ വായ്പ എടുക്കേണ്ടിയും വന്നേക്കാം. ബിസിനസ്സുകാർക്ക് നിങ്ങളുടെ എതിരാളികളിൽ നിന്നും കടുത്ത മത്സരം നേരിടേണ്ടി വരും. എന്നിരുന്നാലും ഈ സാഹചര്യമെല്ലാം അധികം കാലം നിലനിൽക്കില്ല. മാസത്തിൻ്റെ രണ്ടാം പകുതിയോടെ നിങ്ങളുടെ ബിസിനസ് വീണ്ടും പഴയപടിയാകും. വിപണിയിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ പണം അപ്രതീക്ഷിതമായി പുറത്തു വരുന്നതാണ്. ബിസിനസ് വിപുലീകരണത്തിനുള്ള പദ്ധതികൾ ഫലപ്രദമാകുകയും ചെയ്യും. എന്നിരുന്നാലും നിങ്ങൾ അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ്. നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഇണയ്ക്കും ഇടയിൽ സ്നേഹവും ഐക്യവും വളരെയധികം വർദ്ധിക്കും. അവരുടെ ആരോഗ്യകാര്യത്തെക്കുറിച്ച് ചില ആശങ്കകൾ ഉയരുവാനും ഇടയുള്ള മാസമാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. മകര രാശിക്കാർക്ക് ഈ ഏപ്രിൽ മാസം ചിലപ്പോൾ സന്തോഷം നിറഞ്ഞതും ചിലപ്പോൾ ദുഃഖം നിറഞ്ഞതുമായിരിക്കും. മാസത്തിൻ്റെ തുടക്കത്തിൽ ഭൂമി നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം അനുകൂലമാകുന്നതിനാൽ നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ്. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സമയം വളരെയധികം ശുഭകരമാണ്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം ആഗ്രഹിച്ച രീതിയിൽ തന്നെ ലഭിക്കുന്നതാണ്. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കരിയർ ഉണ്ടാക്കുവാനോ ബിസിനസ് ചെയ്യുവാനോ വേണ്ടി വിദേശത്തേക്ക് പോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറിക്കിട്ടും. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും. സമ്പാദിച്ചു കൂട്ടിയ സമ്പത്ത് വർദ്ധിക്കുന്നതാണ്. മാസം മധ്യത്തിൽ നിങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ ആശുപത്രി സന്ദർശിക്കേണ്ടി വരും. ഈ സമയത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട ചില ആശങ്കകളും നിങ്ങളെ അലട്ടുന്നതാണ്. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഭാഗ്യം വീണ്ടും നിങ്ങളെ അനുകൂലിക്കുന്നതായി കാണപ്പെടും. കൂടാതെ സ്വാധീനമുള്ള ചില വ്യക്തികളുടെ സഹായത്തോടെ അധികാരവും സർക്കാരുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾക്ക് വിജയിക്കുവാനും സാധിക്കുന്നതാണ്. മാസ അവസാനം നിങ്ങൾക്ക് പണത്തിൻ്റെ കുറവ് നേരിടേണ്ടി വരും. ഈ കാലയളവിൽ അപകട സാധ്യതയുള്ള പദ്ധതികളിൽ പണം നിക്ഷേപിക്കുന്നതോ ആർക്കെങ്കിലും പണം കൊടുക്കുന്നതോ കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. വിവാഹിതരായ ആളുകളുടെ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും ഉയരുന്നതാണ്. അടുത്തത് കുംഭം രാശിക്കാരാണ്. കുംഭരാശിക്കാർക്ക് കരിയർ, ബിസിനസ്, പഠനം എന്നിവയിൽ ചില തടസ്സങ്ങൾ ഈ മാസം നേരിടേണ്ടി വരും. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറുവാൻ ഇടയുണ്ട്. ജോലി ചെയ്യുന്ന ആളുകൾക്ക് അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഏതെങ്കിലും തെറ്റ് അല്ലെങ്കിൽ അശ്രദ്ധയ്ക്ക് മേലധികാരിയുടെ കോപം നേരിടേണ്ടി വന്നേക്കാം. ഈ കാലയളവിൽ നിങ്ങളുടെ ജോലി നാളത്തേക്ക് മാറ്റിവെക്കുകയോ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുകയോ
തെറ്റ് വരുത്തുകയോ ചെയ്യരുത്. നിങ്ങളുടെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നവും നിങ്ങൾക്കൊരു പ്രധാന ആശങ്കയ്ക്ക് കാരണമാകും. ഈ സമയത്ത് ഇളയ സഹോദരങ്ങളുമായി എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമോ തർക്കമോ ഉണ്ടാകുവാൻ ഇടയുണ്ട്. എന്നിരുന്നാലും ഒരു മുതിർന്ന കുടുംബാംഗത്തിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ സാഹചര്യം കൈകാര്യം ചെയ്യുവാനും കുടുംബ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാനും കഴിയുന്നതാണ്. മാസത്തിൻ്റെ മധ്യം മുതൽ നിങ്ങൾക്ക് കരിയറിലും ബിസിനസ്സിലും ചില നല്ല ഫലങ്ങൾ കാണുവാൻ സാധിക്കും. ജോലി സ്ഥലത്ത് മുതിർന്നവരിൽ നിന്നും ജൂനിയർമാരിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ആഗ്രഹിച്ച സ്ഥാനം നിങ്ങൾക്ക് ലഭിക്കും. ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാനും ഇടവരുന്നതാണ്. തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും. സമ്പാദിച്ചു കൂട്ടിയ സമ്പത്ത് ഇരട്ടിയായി വർദ്ധിക്കുന്നതാണ്. പ്രണയബന്ധത്തിൻ്റെ കാര്യത്തിൽ ഏപ്രിൽ മാസം നിങ്ങൾക്ക് വളരെയധികം ശുഭകരമാണ്. ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ്. അടുത്തത് മീനം രാശിക്കാരാണ്. മീനരാശിക്കാർക്ക് ജോലിസ്ഥലത്ത് ധാരാളം ജോലികൾ ഉണ്ടാകും. നിങ്ങളുടെ ലക്ഷ്യം കൃത്യസമയത്ത് നേടുന്നതിന് നിങ്ങൾ വളരെയധികം വിയർപ്പൊഴിക്കേണ്ടി വരുന്നതാണ്. ഭൂമി, കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾക്ക് നിങ്ങൾ കോടതി കയറേണ്ടി വരും. നിങ്ങളുടെ സ്വന്തം ആരോഗ്യം മാത്രമല്ല, കുടുംബത്തിലെ ഒരു മുതിർന്ന അംഗത്തിൻ്റെ ആരോഗ്യവും വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും പദ്ധതിയിൽ പണം നിക്ഷേപിക്കുന്നതിനോ ബിസിനസ് വികസിപ്പിക്കുന്നതിനോ മുമ്പ് വളരെയധികം ശ്രദ്ധിച്ചു വേണം എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ. പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാസത്തിൻ്റെ മധ്യത്തിൽ നല്ല വാർത്തകൾ കേൾക്കുവാൻ കഴിയും. പത്രപ്രവർത്തനം, ഗവേഷണം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമയം വളരെയധികം ശുഭകരമാണ്. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിൽ നിന്നും സ്വയം അകന്നു നിൽക്കുക. അല്ലാത്ത പക്ഷം നിങ്ങളുടെ വിജയം അവസാനിച്ചേക്കാം. പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ മറ്റുള്ളവരെ അന്ധമായി വിശ്വസിക്കരുത്. പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ തീർപ്പാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോകുക. ഈ സമയത്ത് ശ്രദ്ധയോടെ വാഹനം ഓടിക്കുക. അല്ലാത്ത പക്ഷം പരിക്കേൽക്കുവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ പങ്കാളിയുമായി ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാനും ഇടയുണ്ട്. വാദപ്രതിവാദങ്ങളിലൂടെയല്ല, സംഭാഷണത്തിലൂടെ ഇവയെല്ലാം പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതും വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.